ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു നെക്ക് എംബ്രോയ്ഡറി ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതേപോലെ ക്ലോത്തിലൊന്ന് വരച്ചു കൊടുക്കണം. അപ്പം നമ്മൾ നെക്ക് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസൈൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം ഇതേപോലെ നമുക്കൊരു സ്പേസ് ഇട്ടിട്ട് നമുക്ക് എത്ര അളവിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴത്തേക്ക് നമ്മൾ ഫുള്ള് ബോഡി പാർട്ടിൽ ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു നെക്ക് ലൈനിൽ നമ്മൾ ഇതേപോലെ ചെറിയ ബീഡ്സ്, അതായത് തീരെ ഷുഗർ ബീഡ്സ് അല്ല, അതിനും കുറച്ചുകൂടി വലുതായിട്ടുള്ള ഇതേപോലുള്ള മുത്തുകളാണ് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ മുത്ത് എടുക്കുക. പിന്നെ നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഫെവിക്രിലിൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഭാര്യ വർക്കൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് തയ്ച്ചെടുക്കുന്നതായിരിക്കും എളുപ്പം. ഇനി താഴേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ വലിയ മുത്ത് വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് നമ്മുടെ സൂചി വേണം. അപ്പോൾ വലിയ മുത്തായത് നമ്മൾ തയ്ച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കടന്നു പോകുന്ന ഒരു സൂചി എടുത്താൽ മതി. ഇനി ഇതേപോലെ നമുക്കൊന്ന് ഗ്ലൂ ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ നമ്മുടെ ക്ലോത്തിലേക്ക് ഗ്ലൂ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഗ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫെവിക്കോളിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് വരുന്നത്. ഇപ്പോൾ ഒരു വൈറ്റ് കളറാണെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ നമുക്ക് കാണത്തൊന്നുമില്ല, ഗ്ലൂ അപ്ലൈ ചെയ്തേക്കുന്നൊന്നും കാണത്തില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് മുത്തങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുത്ത് നമുക്കറിയാമല്ലോ, ആ ഒരു രീതിക്ക് അങ്ങ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ മുത്ത് ഇങ്ങനെ മൊത്തത്തിലൊന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തൊക്കെ പതിയെ പ്രസ് ചെയ്തൊക്കെ നമുക്കൊന്ന് മുത്തൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കൈകൊണ്ട് ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കത്രിക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു സ്പേസ്, എത്ര സ്പേസിലാണോ നമ്മുടെ ആ നെക്കിൻ്റെ ആ ഒരു സ്ഥലം വരുന്നത്, നമുക്ക് ഈ ഒരു മുത്തൊട്ടിച്ച് കൊടുക്കേണ്ട ആ സ്പേസ് അതൊന്നും നന്നായിട്ട് കവർ ചെയ്യാതെ, മാക്സിമം സ്പേസ് ഇല്ലാണ്ട് കവർ ചെയ്ത് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ മുത്ത് നമ്മുടെ സാധാരണ ഹോളുള്ള മുത്താണ്, കോർക്കുന്ന മുത്ത് തന്നെയാണ്. ഇപ്പം അങ്ങനെ ഹോളില്ലാത്ത മുത്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും അത്. അപ്പം അത് വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ഈ ഹോള് കാണാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിച്ച് ഒന്ന് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സിസേഴ്സൊക്കെ ഉപയോഗിച്ച് ഹോൾ വരുന്നിടം കാണത്തില്ലാത്ത രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ നമ്മൾ നല്ല ഭംഗിയുള്ള ഡ്രസ്സസൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ സാരിയിലാണെങ്കിലും, ഇപ്പോൾ സാരി ബ്ലൗസിലാണെങ്കിലും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പാവാടയും ബ്ലൗസും പട്ടുപാവാട ബ്ലൗസൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഇത് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ തയ്ച്ചെടുക്കുന്നില്ലാത്തതുകൊണ്ട് ഒത്തിരി പാടൊന്നുമില്ല. നമ്മളിതുപോലെ ഒട്ടിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു ഡിസൈനാണിത് കേട്ടോ. ഇപ്പോൾ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ച് പാടായിരിക്കും, കുറച്ച് വേറെ സമയം എടുക്കേണ്ടി വരും. അപ്പം ഇതാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾ ആ ഒരു ഔട്ട്ലുക്ക് കണ്ടില്ലേ, എന്നെ ഒരു എലഗൻറ്റ് ലുക്കാല്ലേ, എന്നെ ഒരു ഭംഗിയായിട്ടാണ് നമുക്കത് കിട്ടണേ. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ എടുക്കുന്നത് എന്ത് തരത്തിലുള്ള ക്ലോത്താണോ ആ ഒരു ക്ലോത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ഇത് വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി തയ്ച്ചിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ പോലും നമ്മൾ ഹൂപ്പിൽ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ വരേണ്ട ഒരു നെക്ക് ലൈൻ കറക്റ്റായിട്ട് വരച്ചു കൊടുത്ത് അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പോലും പറ്റില്ല. നമ്മൾ പെർഫെക്റ്റ് ഒരു ലുക്ക്, ആരി വർക്കിന് ഒരു പെർഫെക്റ്റ് ലുക്കിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമുക്കിതുപോലെ ഒന്ന് ഗ്ലൂ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമേ ഞാൻ ഒട്ടിച്ചതിന് കുറച്ച് സമയം എടുത്തപ്പോൾ കണ്ടോ, അത് ട്രാൻസ്പെറൻ്റ് ആയി. നമുക്കത് അറിയത്തേയില്ല ഗ്ലൂ ആണ് പശ കൊണ്ട് ഒട്ടിച്ചേക്കുന്നതാണെന്ന് അറിയാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്റ്റിക്കി ആയിട്ടൊരു ഗ്ലൂ ആണ് കൂടെയാണ് കേട്ടോ. പെട്ടെന്ന് ഇളകി ഒന്നും പോകത്തില്ല. അപ്പോൾ ഒരുപാട് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ ഇളകിയൊക്കെ പോകത്തുള്ളൂ. പിന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ നമ്മൾ ഒക്കേഷനായിട്ടല്ലേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു പേടിയൊന്നും വേണ്ട. അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം. മാക്സിമം സ്പേസ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് ഫില്ല് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ മാക്സിമം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഇത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് അല്ലാതെ എന്തെങ്കിലും പാർട്ടീസ് അല്ലെ ഫങ്ഷൻസിനൊക്കെ ആണെങ്കിലും ഇതേപോലുള്ള ഡ്രസ്സുകൾ നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഈ ഒരു മുത്ത് ഒട്ടിക്കുന്നതിന് പകരം ഷുഗർ ബീഡ്സ് ആണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. പക്ഷെ ഒരുപാട് വലിയ മുത്ത് വെക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ഡിസൈനിൽ ഈ ഒരു വലുപ്പത്തിലുള്ള മുത്ത് അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ.
ഓണമൊക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ അതുപോലുള്ള ഫംഗ്ഷൻസിനൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും, എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വേറെയും ഡിസൈൻസും അതേപോലുള്ള തയ്ച്ചുമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ കയറി നോക്കുക. നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു രീതിക്ക് നമ്മളിപ്പോൾ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാക്സിമം സ്പേസ് ഇല്ലാണ്ട് തന്നെയാണ് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നമ്മുടെ ഈ ഒരു കംപ്ലീറ്റ് ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് നമുക്ക് വേണ്ട അത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇതേപോലെയാണ്. ഇനി നമ്മൾ താഴേക്ക് കൊടുത്തേക്കുന്ന മുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഈ ഒട്ടിച്ച് കൊടുത്തതിനേക്കാളും കുറച്ചുകൂടി ഒരു വലിയ മുത്താണ് നമ്മൾ എടുത്തേക്കുന്നത്. അതാണ് നമ്മൾ താഴേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് ക്ലോത്തിൽ തയ്ച്ച് കൊടുക്കാണ്ട് നമുക്ക് പഞ്ച് ചെയ്യുന്ന ഒരു മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ അത് യൂസ് അറിയാവുന്നവർക്ക് അത് ആ ഒരു മെഷീനൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ പിന്നീട് അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ തയ്ച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്ത് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്കി നെക്കിൻ്റേക്ക് താഴേക്ക് വരുന്ന ഫുൾ പോർഷൻ ഇതേപോലെ നമ്മൾ ഈ മുത്ത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ നമ്മുടെ കയ്യിൽ നമ്മുടെ സ്ലീവിലും ഇതേ ഡിസൈൻ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. ചെറിയ സ്ലീവ് ആണെങ്കിലും ഷോർട്ട് സ്ലീവ് ആണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു എലഗൻ ലുക്കല്ലേ, നല്ലൊരു ഭംഗിയല്ലേ. ഏത് കളർ ക്ലോത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു മുത്ത് ഈ ഒരു കളർ കോമ്പിനേഷൻ സൂട്ടാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഔട്ട്ലുക്ക് എന്തായാലും നല്ല കിടുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പം നമ്മുടെ മദർ കിഡ് കോംബോയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. ഇൻ കേസ് നമുക്കിത് ബ്ലൗസിലോ ചുരിദാർ മാത്രമല്ല നമുക്ക് ചുരിദാറിലും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. നല്ല പാർട്ടി വെയർ കുർത്തീസൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഈ മുത്തും നമ്മൾ ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഭയങ്കര ഈസിയല്ലേ, എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുത്തില്ലേ. അപ്പം എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ഡിസൈനാണല്ലോ. ഇപ്പോൾ ഓൾ ഓവർ നമ്മൾ ഇതുപോലെ ഡിസൈൻ ഒന്ന് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ നെക്കിൻ്റെ അവിടെ കംപ്ലീറ്റ് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴേക്ക് ഇതേപോലെ മുത്ത് വെച്ച് കൊടുക്കുക. ഔട്ട്ലുക്ക് നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നല്ല വീഡിയോസായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.